ഹായ് ഹലോ നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഇപ്പോൾ ഈ ഇരുട്ടത്ത് നിന്ന് ഞാൻ ഈ വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ഇത് ഇപ്പോൾ സമയം വെളുപ്പിന് 1:30 ആവാറായിട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തോട്ട് പോകുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം റെയിൽവേയുടെ പണി നടക്കുന്നതുകൊണ്ട് കമ്പിയും കോലും ഒക്കെ ആയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളിതെല്ലാം ചാടിക്കിടക്കും. അപ്പോൾ ഇതെല്ലാം ചാടിക്കിടന്ന് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ, ശിവരാത്രിയല്ലേ, ശിവാലയോട്ടം പോവുകയാണ് കേട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ. അപ്പോൾ അതാ പെട്രോൾ പമ്പിൽ കയറി. അങ്ങനെ വല്ലപ്പോഴൊക്കെ 400 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കുന്നത്. അങ്ങനെ 400 രൂപയുടെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് 440 രൂപ അടുപ്പിച്ചുള്ള പെട്രോൾ വണ്ടിയിൽ കൊള്ളിച്ചു കേട്ടോ. പതുക്കെ ആയിട്ട് അപ്പോഴേക്കും ഫുൾ ടാങ്കായിപ്പോയി. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് ആദ്യത്തെ ക്ഷേത്രത്തിലോട്ട് പോയി. ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുമല ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റി. അത് തന്നെയാണ് വലിയ പുണ്യം. കാരണം എന്ന് വെച്ചാൽ എല്ലാ തവണയും ഈ ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ എത്തുന്നത് പൊതുവേ വെളുപ്പിന് സമയത്തായിരിക്കും എത്തുക. ബട്ട് ഇത് തുടക്കമായതുകൊണ്ടാവാം നമുക്ക് വലിയ തിരക്കില്ലാതെ കയറാൻ പറ്റിയത്. വലിയ തിരക്കിലായിരുന്നു. 2:45 നമ്മളവിടെ എത്തിയപ്പോൾ ഉള്ള സമയം. അങ്ങനെ സുഖമായിട്ട് കയറി ഭഗവാനെ ദർശിക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവിടുത്തെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിൽ പോയി. തിക്കുറിച്ചി മഹാദേവ ക്ഷേത്രമാണ് രണ്ടാമത് വരുന്നത്. അങ്ങനെ അവിടെയും വലിയ തിരക്കൊന്നുമില്ലാതെ ഭഗവാനെ ദർശിക്കാൻ പറ്റി. വളരെ സന്തോഷം തോന്നി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ 4 മണി സമയം ശിവാലയോട്ടം പോകുന്ന വാഹനങ്ങളാണ് നിങ്ങളീ കാണുന്നത്. രാവിലെ 4 മണി സമയം. എന്താ പറയുക, നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഇത്തരത്തിലെ കൂട്ടായ ഈ ഒരു ഇതൊക്കെ കാണുമ്പോഴേ വലിയ സന്തോഷം തോന്നും. കാരണം നമ്മൾ ഹിന്ദുക്കൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ക്ഷേത്രം തൃപ്പരപ്പാണ്. അങ്ങനെ നമ്മൾ തൃപ്പരപ്പിലെത്തി ഭഗവാനെ തൊഴുതു. അത് കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് നടന്നു പോകുന്ന ആൾക്കാരെ കണ്ടിട്ട്, വെളുപ്പിനുള്ള സമയമാണ്, നടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. വലിയ സന്തോഷം. എന്ത് ദൂരം നടന്നിട്ടാണല്ലേ ഇവരൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ തിരുനന്ദിക്കര ക്ഷേത്രത്തിലെത്തി. തിരുനന്ദിക്കരയിൽ നല്ല രീതിയിൽ തൊഴാൻ പറ്റി. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്ന ട്രെയിൻ പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോഴേക്കും ചെറുതായിട്ട് നേരം വെളുത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നത് കണ്ട് നിങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കം ഒത്തിരി ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ നടന്നു പോകുന്നത് കാണാൻ ഞാൻ ഇത്തവണ തന്നെയാണ്. അത് ചിലപ്പോൾ നമ്മളൊരല്പം നേരത്തെ ഇറങ്ങിയത് കൊണ്ടാവാം, അത് ഇത്തവണ ആൾക്കാർ കൂടുതലുള്ളത് തന്നെയാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇത്തവണ ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ 5ാമത്തെ ക്ഷേത്രമായ പൊന്മനയിലെത്തി. പൊന്മനയിൽ കയറി നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അവിടെയും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അടുത്ത ക്ഷേത്രം 6ാമത് പന്നിപ്പാകം, അവിടെ എത്തി. അവിടെ നല്ലതുപോലെ തൊഴാൻ പറ്റി. അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം അടുത്ത് നമ്മൾ പോയത് കൽക്കുളം ക്ഷേത്രത്തിൽ പോയി. അവിടെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് മേലാങ്കോടത്തെ ഫോട്ടോയാണേ. മേലാങ്കോട് ക്ഷേത്രത്തിൽ പോയി നല്ലതുപോലെ തൊഴുതു. അത് കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോഴേക്കും ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ ഉള്ളൂ കേട്ടോ. 8 മണിക്കുള്ളിൽ നമുക്ക് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഏറെക്കുറെ 8 ക്ഷേത്രങ്ങൾ കവർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് തിരുവിതാംകോട് ക്ഷേത്രത്തിലെത്തി. അവിടെ നല്ല വലിയ തിരക്കൊന്നുമില്ലാതെ സുഖമായിട്ട് ഭഗവാന്റെ ദർശനം നടന്നു. അത് കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി. നേരത്തെ തിരുവിടേക്കോടായിരുന്നേ, അത് കഴിഞ്ഞാണ് തിരുവിതാംകോട് വരുന്നത്. സോറി കേട്ടോ, അപ്പോൾ പറഞ്ഞത് മാറിപ്പോയി. അത് കഴിഞ്ഞ് തൃപ്പന്നിക്കോട്, അത് കഴിഞ്ഞ് തിരുനട്ടാലം. 12ാമത്തെ ക്ഷേത്രം വന്ന് തിരുനട്ടാലമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് എനിക്ക് എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്നത്തത്. സോ ഹാപ്പി. താങ്ക് യു. തിരുമലയില ശിവനെ, തിക്കുറിച്ചി ശിവനെ, തിരുപ്പരപ്പ് ശിവനെ, തിരുനന്ദിക്കരൈ ശിവനെ, പൊന്മനയില ശിവനെ, തിരുപ്പന്നിപ്പാകം ശിവനെ, കൽക്കുളത്ത് ശിവനെ, മേലാങ്കോട്ട് ശിവനെ, തിരുവിടക്കോട്ട് ശിവനെ, തിരുവിതാംകോട്ട് ശിവനെ, പന്തിക്കോട്ട് ശിവനെ, തിരുനട്ടാല ശിവനെ, ചെയ്ത പാവ സുമന്താലും തീര
தீராது மகனே நீ செய்த பாவம் தீரணும் கும்பிடணும் சிவனை